പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എനിക്കൊരു കമന്റ് വന്നിരുന്നു. ആ കമന്റിന്റെ മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ആരും ഈ കമന്റിന്റെ മറുപടിയായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് വന്ന ഒരു കമന്റ്, ആ കമന്റിൽ മറുപടി ഞാൻ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നില്ല. അപ്പോൾ അത് വിവരമായിട്ട് നല്ല രീതിയിൽ വിവരിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വീഡിയോ ചെയ്താലേ പറ്റൂ. ഞാനത് പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു വീഡിയോ ചെയ്യാവുന്നത്. അപ്പോൾ അതിന്റെ മറുപടിയാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ആദ്യമേ കമന്റ് എന്താണെന്നുള്ളത് നോക്കാം. ആ കമന്റ് ഇങ്ങനെയാണ്: ഞാൻ ചാനൽ തുടങ്ങി, പക്ഷെ വ്യൂസ് കുറയുന്നു, കമന്റ് ഇല്ല, ചാനൽ സെറ്റ് ചെയ്ത രീതി തെറ്റാണോ, ഇതിൽ നിന്നും കാശ് കിട്ടുമോ? ഇതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ഇതായിരുന്നു എനിക്ക്. അപ്പൊ ഇതിന്റെ മറുപടിയായിട്ട് ഞാൻ ആദ്യമേ ഈ ചാനലിൽ ഞാൻ ഇതിപ്പോ ഈ കമന്റ് കണ്ട ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ചാനൽ കയറി കാര്യമായിട്ട് തന്നെ ഈ ചാനൽ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞുടനെ എനിക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യമേ എനിക്ക് സുഹൃത്തിനോട് പറയാനുള്ളത്, നമ്മളൊക്കെ ആര് ചാനൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട്, ഇപ്പം കുറച്ച് 8-10 വീഡിയോ ഒക്കെ ചെയ്തു തന്നിരിക്കും. ആ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് ഒരുപാട് സബും വരാൻ താമസം എടുക്കും. അതായത് അത്രയും വീഡിയോയിൽ നിന്നും പെട്ടെന്ന് സബ് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂവും കൂടാനായിട്ട് കുറെ സമയം എടുക്കും. അപ്പൊ നമുക്ക് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള നമുക്ക് ഇതുണ്ടായിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ധൃതി പിടിച്ച് നമുക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലുള്ളവരായിരിക്കാൻ പാടില്ല യൂട്യൂബർ എന്ന് പറയുന്നത്. അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് സക്സസ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നല്ലവണ്ണം തന്നെ നമ്മൾ വീഡിയോ ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ ഏതെങ്കിലും വീഡിയോ നല്ല രീതിയിൽ അത് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന കാരണം അത് ഇതുകൊണ്ടൊക്കെ പലരിലേക്ക് എത്തും, അതങ്ങനെ വൈറലാവും. അങ്ങനെയൊക്കെ ഒരു വീഡിയോ മതിയാവും. ചിലപ്പോൾ 10-15 വീഡിയോ ചെയ്തതിന് ശേഷമായിരിക്കാം ഒരു വീഡിയോ വൈറലാവുന്നത്. പക്ഷെ ചിലർ ചിലപ്പോൾ 1-2 വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ തന്നെ അതിലേതെങ്കിലും ഒരെണ്ണം ഭാഗ്യവശാല് അത് വൈറലാവാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ടൈറ്റില്, അതുകൊണ്ട് തന്നെ ടാഗ്, അതുകൊണ്ട് തന്നെ നമ്മുടെ തംബ്നെയിൽ ചെയ്യുന്നത്, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഒരാൾക്ക് അതും അവർക്ക് പോലും അറിയില്ല അത് വൈറലാകുമോ എന്നുള്ളത്. അവർക്ക് പോലും ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അത് എങ്ങനെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് നല്ല വീഡിയോ ആയിരിക്കാം, അതുകൊണ്ട് വീഡിയോ ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വൈറലാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ആവുന്നതാണ്. പക്ഷെ ഈ ഒരു സുഹൃത്തിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചാനൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, 21 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 21 വീഡിയോയിൽ ഞാൻ പ്രോപ്പറായിട്ട് മൊത്തം ചെക്ക് ചെയ്തു. ആ ചാനൽ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. കുറച്ച് വീഡിയോ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഓരോ വീഡിയോയും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ചെക്ക് ചെയ്യുന്നുണ്ടെ എല്ലാം വീണ്ടും 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 ഒരേ ടൈറ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അതായത് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം പല പല വീഡിയോ ചെയ്യുകയാണ്, അപ്പോൾ പല പല ടൈറ്റിലാണ് എഴുതേണ്ടത്. ഇതങ്ങനെയല്ല, ഒരേ ടൈറ്റിൽ തന്നെ വീണ്ടും വീണ്ടും എഴുതി വെച്ചേക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മൾ ഓടുന്നു എന്നൊരു ടൈറ്റിൽ, അപ്പം ദിവസം ഓടുന്ന ഒരാളാണ്. അപ്പോൾ ടൈറ്റില് ദിവസം ഓരോ വീഡിയോ എടുക്കുന്നുണ്ടെ ഞാൻ ഓടുന്നു 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 എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ടൈറ്റിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം റീയൂസ്ഡ് കണ്ടന്റിൽ വരും. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്ത് ഒരു സബ് എല്ലാം തികച്ച് അതുകൊണ്ടൊക്കെ വാച്ച് ടൈം എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യത്തില്ലേ? ആ അപ്ലൈ ചെയ്യുന്ന സമയം ഈ വീഡിയോകളെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടൈറ്റിലെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഇതെല്ലാം വീഡിയോ എല്ലാം അത് റീയൂസ്ഡ് കണ്ടന്റ് വരും. അത് റിജക്ട് ചെയ്ത് കഴിയുന്നുണ്ടെ നിങ്ങൾക്ക് അത്രയും വീഡിയോ ഇരുന്ന് ചെയ്തുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവത്തില്ല. അത് റിജക്ട് ചെയ്ത് തിരികെ വന്നു കഴിഞ്ഞാൽ അതിനെന്താ പ്രയോജനം? പിന്നെ അത് ഒരുപാട് അത് ചെയ്തെടുക്കാൻ നമുക്ക് വീണ്ടും ടൈറ്റിൽ മാറ്റിയാൽ മതി. അത് പക്ഷെ എല്ലാത്തിനും കുത്തിയിരുന്ന് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ടൈറ്റിലൊക്കെ ഇപ്പൊ ഏതൊരു ടൈറ്റിലും നമ്മൾ കൊടുക്കുന്നുണ്ടേ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓടുന്നു എന്നുള്ളത്, അത് പല ദിവസം ഓടുന്നുണ്ടേ അതിനെന്ത് ചെയ്യാം? ഞാൻ 2ാമത്തെ ദിവസമാണ് ഇന്ന് ഓടുന്നത്, അങ്ങനെ ടൈറ്റിൽ മാറ്റി എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞുള്ളതാണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ 5ാമത്തെ ദിവസം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ടൈറ്റിൽ മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ ടൈറ്റിൽ മാറ്റാൻ പറ്റും. അത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ ടൈറ്റിൽ ഏത് തരത്തിൽ ഇത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഈ ഒരു സുഹൃത്ത് അങ്ങനെയല്ല ചെയ്തിരുന്നത്. എല്ലാം റിപ്പീറ്റ് റീയൂസ്ഡ് കണ്ടന്റിൽ വരുന്ന മാതിരി അതങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കാരണം മാത്രമൊന്നുമല്ല, ഈ ചാനലില് മൊത്തത്തിലെ നോക്കുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതായത് ഈ സുഹൃത്തിന് ഈ യൂട്യൂബിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളുമുണ്ട്.
അപ്പോൾ അത് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഈ സുഹൃത്തിന് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തംബ്നെയിലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പ്രോപ്പറായിട്ട് നോക്കുന്നതിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ വ്യൂ കുറഞ്ഞതും ഓണൊക്കെ തന്നെ സബ് ഒന്നും കൂടാതിരുന്നത്. ഇതിനൊക്കെ കാരണം ഇതൊക്കെ തന്നെയാണ്. അത് നല്ല രീതിയിൽ ഒരു വീഡിയോ, അതായത് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അത് കുറച്ച് കഴിഞ്ഞാലും, അന്നേരം റീച്ച് ആയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞായാലും അത് ആളുകളിലേക്ക് എത്തും. അത് 100% ഉറപ്പാണത്. അപ്പോൾ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ പല വീഡിയോകളിലും അങ്ങനെയാണ്. ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓരോ ആളുകളിലേക്ക് എത്തിയത്. പെട്ടെന്ന് ആരും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് ഒന്നും ഇത് ചെയ്തല്ല. ഒരുപാട് നമ്മൾ ഇതിൻ്റെ പുറകെ സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കണക്ക് ഇതിനകത്ത് കാശ് കിട്ടുമെന്നുള്ളത്. കാശ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ചെയ്തെല്ലാം ഈ യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 100% അതിന് നമുക്ക് കാശ് സമ്പാദിക്കാൻ സാധിക്കും. ഇത് 100% ഉറപ്പാണ്. നമുക്ക് കാശ് സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ എത്ര സമ്പാദിക്കാൻ പറ്റും എന്താണ് ഇതൊന്നും ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതപ്പോൾ നമ്മുടെ ആളുകൾ വീഡിയോ കാണുന്നതും അങ്ങനെയൊക്കെയുള്ള ഇതനുസരിച്ചായിരിക്കും നമ്മുടെ വരുമാനം വരുന്നത്. അപ്പം ഉറപ്പായിട്ടും ഇതിനകത്ത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും കാശ്. നമ്മൾ ഏതൊരു കമ്പനിയിൽ ജോലി ചെയ്താലും, നമ്മൾ അവിടെ കമ്പനിയിൽ പോയി ജോലി ചെയ്യാതെ അവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്കാരെന്ത് ചെയ്യും? കമ്പനിക്കാരെടുത്ത് നമ്മളെ വെളിയിൽ തള്ളും, അല്ലേ? നമുക്ക് വെറുതെ അവിടെ ഇരുത്തിക്കൊണ്ട് നമുക്ക് കാശ് ആരും തരത്തില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിലായാലും നമ്മൾ കറക്റ്റായിട്ട് ജോലി ചെയ്യണം. അതായത് നമ്മൾ ആഴ്ചയിൽ ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി വീഡിയോ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ആഴ്ച 2-3 വീഡിയോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അങ്ങനെ തന്നെ 2-3 വീഡിയോ അത് ചെയ്തു പോവുക. അതേ രീതിക്ക് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തായാലും 100% അതിന് നമുക്കൊരു എന്തായാലും നല്ലൊരു എമൗണ്ട് നമുക്ക് വരുന്ന രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകും. ഓക്കെ. അത് ആദ്യമൊന്നും നമുക്ക് നല്ല രീതിയിൽ വ്യൂ ഒന്നും വന്നില്ലെങ്കിലും പിന്നെ മുന്നോട്ട് നല്ല രീതിയിൽ അതിന് വ്യൂ ഉണ്ടാവും. നല്ല രീതിയിൽ അതിന് വാച്ച് ടൈം എല്ലാം വന്ന് നല്ല രീതിയിൽ നമുക്ക് പൈസ സമ്പാദിക്കുന്ന രീതിയിലേക്ക് അത് എത്തും. അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിപ്പോൾ ബാങ്കിലോട്ടായാലും നമ്മൾ പൈസ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ നമ്മൾ പൈസ ഇട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യത്തില്ലേ? അതേ രീതിയിൽ അങ്ങ് വിചാരിച്ചോളുക. നമ്മൾ പൈസ മുടക്കി ഇതിനകത്ത് പല കാര്യത്തിനും നമ്മൾ പൈസ മുടക്കുന്നുമുണ്ട്. അപ്പോൾ ആ പൈസ മുടക്കുന്നു ഇതെല്ലാം നമ്മളൊരു ബാങ്കിൽ പൈസ ഇടുന്ന മാതിരി തന്നെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. അല്ല പെട്ടെന്ന് വന്നിട്ട് ആരും അല്ലെ, മമ്മൂട്ടി ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ മാതിരി തന്നെ ആരും വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു നടനെ ആക്കത്തില്ല, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ നടനായിട്ടുള്ളതാന്ന് പറയത്തില്ലേ? അതേ രീതിയിൽ തന്നെയാണ് ഇതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നമ്മൾ ഓരോ പുതുതായിട്ട് വരുന്ന ഓരോ യൂട്യൂബറും കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സക്സസ് ആയിട്ട് ആ ചാനൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ, സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ ആ ചാനലിന്. അപ്പം നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി എടുത്തൊരു കാര്യം പറയാനുള്ളത്, അതായത് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതുകൊണ്ട് കമന്റ് ഇട്ടേക്കുന്നത്. അപ്പൊ ഈ കമന്റ് ഇട്ടേക്കുന്ന ഈ വീഡിയോയിൽ തന്നെ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിനകത്ത് ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണത്. അതായത് പ്രോപ്പറായിട്ട് ഒരു ഇമെയിൽ ID തൊട്ട് തുടങ്ങി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പൊ അത് മാത്രം പ്രോപ്പറായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറിനും, പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാൾക്കും വേറൊരു വീഡിയോയും കാണേണ്ട ആവശ്യമില്ല. ആ ഒരൊറ്റ വീഡിയോ പ്രോപ്പറായിട്ട് കണ്ടാൽ മതി. അത് നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും അത് കാണേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്രീൻ റെക്കോർഡ്, നിങ്ങളുടെ മൊബൈലിലെ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ചിട്ട് അതങ്ങ് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് വീണ്ടും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനപ്പം നിങ്ങൾക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല വീണ്ടും കാണുന്നതിന്. ഒറ്റ പ്രാവശ്യം അതൊന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് കണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് അതിന് അനുസരിച്ച് ഓരോന്ന് ചെയ്താൽ മതി. ഓക്കെ. അതിന് ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള വീഡിയോകളൊക്കെ നമുക്ക് കണ്ടൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് വീണ്ടും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരു ഐഡിയ തന്ന. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങളെല്ലാവരും ആദ്യമേ തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതുകൊണ്ടൊക്കെ പ്രോപ്പറായിട്ട് തംബ്നെയിലായാലും ടൈറ്റിൽ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എന്തോ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൊബൈലിൽ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുകൊണ്ട് ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ചാനലുകാരാണെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി. കാര്യം എന്ന് വെച്ചാൽ അല്ലാത്തവർക്ക് ഇത് കണ്ടിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. ആദ്യമേ ഇതുകൊണ്ട് studio.youtube.com എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഐക്കോൺ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ചാനലിന് ഇങ്ങനെ കാണാം. അപ്പം നമുക്ക് ഈ ചാനൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഈ ചാനൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷൻ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ 3 ഓപ്ഷനിൽ നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷൻ അല്ല, അതായത് ഒന്നാമത്തെ ബേസിക് ഇൻഫോ, രണ്ടാമത്തെ അഡ്വാൻസ് സെറ്റിംഗ്, മൂന്നാമത്തെ ഫ്യൂച്ചർ എലിജിബിലിറ്റി. അപ്പോൾ ഈ നമുക്ക് മൂന്നാമത്തെ ഫ്യൂച്ചർ എലിജിബിലിറ്റിയിലാണ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് 3 അതായത് 3 ഇത് എനബിൾഡ് എന്ന് കാണിക്കും. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അത് 3ഉം എനബിൾഡ് ആണ്. ഓക്കെ, ഇത് എല്ലാവരുടെയും മൊബൈൽ, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും, നിങ്ങൾക്ക് ആദ്യത്തെ ഒരെണ്ണമായിരിക്കും എനബിൾഡ് നിങ്ങൾക്കായി ഇരിക്കുന്നത്, നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. രണ്ടാമത്തെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? എനബിൾഡ് ആക്കേണ്ടതിന് നിങ്ങൾ ഫോൺ വെരിഫിക്കേഷൻ ചെയ്താണ് എനബിൾഡ് ആക്കേണ്ടത്. അതല്ല, ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോൺ വെരിഫിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ടാമത്തേത് ഫോൺ വെരിഫിക്കേഷൻ ചെയ്ത് കഴിയുന്നതാണ് അത് നമുക്ക് എനബിൾ ആയി കിട്ടുന്നത്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് തന്നെ ഇതുകൊണ്ടൊക്കെ ചാനൽ ഹിസ്റ്ററി എന്ന് പറയുന്ന അത് ചാനൽ ഹിസ്റ്ററിയുടെ ഇതനുസരിച്ച് നമുക്ക് അത് എനബിൾ ആക്കി തരും യൂട്യൂബ് തന്നെ. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ അത് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വീഡിയോ വെരിഫിക്കേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ വാലിഡ് ID വെച്ചിട്ട് നമുക്ക് അത് എനബിൾ ആക്കി എടുക്കാൻ സാധിക്കും. നമ്മൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 വീഡിയോ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ എനബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഹിസ്റ്ററി അനുസരിച്ച് നമുക്കത് യൂട്യൂബ് തന്നെ അത് എനബിൾ ആക്കി തരും. ഓക്കെ, എൻ്റെത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെത് ചാനൽ ഹിസ്റ്ററി അനുസരിച്ചാണ് ഇത് എനിക്ക് എനബിൾ ആയിരിക്കുന്നത്. എനിക്ക് ആ സമയം അറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് അല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ മൂന്നാമത്തെ ഇതിങ്ങനെ നമ്മൾ എനബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഇതിൻ്റെ ഇവിടെ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് ബെനിഫിറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ബെനിഫിറ്റ് എല്ലാം നമുക്ക്, അതായത് ഈ അഡ്വാൻസ് ഫീച്ചർ വരുന്ന ബെനിഫിറ്റ് ആണ് ഇതെല്ലാം. ഈ ബെനിഫിറ്റ് എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് ഇത് പറയാതെ ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം എനബിൾ ആക്കിയതിന് ശേഷം തന്നെ നിങ്ങൾ മുന്നോട്ട് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഇതിനകത്ത് ടാഗ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. എല്ലാം ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. എന്നാലും പറയുകയാണ് ടാഗ് ചെയ്യേണ്ടതും പ്രോപ്പറായിട്ട് നമ്മൾ കീവേഡ്സ് ചെയ്യേണ്ടിടത്തൊക്കെ കീവേഡ്സ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വേണം മുന്നോട്ട് പോകാൻ. അപ്പോഴേ നമുക്ക് ഏതെങ്കിലും നല്ല വീഡിയോ അത് ഒരുപാട് ആളുകളിലേക്ക് യൂട്യൂബ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ പോയിട്ട് റീച്ചായിട്ട് നല്ല രീതിയിൽ അത് വൈറലാവും. അങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും ഒറ്റ വീഡിയോ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു വീഡിയോ വൈറലായാൽ മതി, നമുക്ക് സബ് എല്ലാം കൂടും, ഇതുകൊണ്ടൊക്കെ വ്യൂ എല്ലാം കൂടാൻ തുടങ്ങും. ഓക്കെ, അതുവരെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഒരു വീഡിയോ ഒന്ന് നല്ലോണം റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, പിന്നീട് നമുക്ക് ചാനലിന് മുന്നോട്ട് ഇതാവും. അപ്പോൾ ഈ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് കണ്ട് നല്ല രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധിക്കും. നമ്മൾ ആരും തന്നെ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുമ്പോൾ തന്നെ എല്ലാം പഠിച്ചിട്ടില്ല വരുന്നത്. നമ്മളെല്ലാം ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും സക്സസ് ആവാൻ സാധിക്കും. അത് ക്ഷമയോടുകൂടി ഓരോ വീഡിയോയും ക്ഷമയോടുകൂടി നല്ലവണ്ണമൊക്കെ എഡിറ്റിംഗ് എല്ലാം നിങ്ങൾ കുറച്ചുകൂടി കുറേ കാര്യങ്ങൾ അതിൽ പഠിച്ചെടുക്കണം. എഡിറ്റിംഗ് ചെയ്യാനേ, അതുപോലെ തന്നെ തംബ്നെയിൽ ചെയ്യാനേ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്ത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നല്ലവണ്ണം സക്സസ് ആവാൻ സാധിക്കും. ഓക്കെ, ഇത് ഈ ഒരു സുഹൃത്തിന് വേണ്ടി മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ആളുകൾ
ഇതുപോലൊക്കെ സക്സസ് ആവാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് ചെയ്യേണ്ടത് ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സക്സസ് ആവാൻ സാധിക്കും. പിന്നെ എനിക്കൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇപ്പം പുതിയ 2025 വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പോൾ ഓരോ വീഡിയോയ്ക്കും കിട്ടുന്ന ലൈക്ക്, അതുപോലെ തന്നെ കമന്റ്, ഇതെല്ലാം മുന്നോട്ട് ആ വീഡിയോ വൈറലാക്കാൻ വേണ്ടി കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഏത് ചാനൽ, എൻ്റെ ചാനലിൽ നിന്നല്ല ഏതൊരു ചാനലിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കമന്റ് അവിടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എൻ്റെ കാര്യം മാത്രമല്ല, ആരുടെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും അവർക്ക് ഹെൽപ്പ് ആവുന്നത് നിങ്ങൾ ഒരു കമന്റ് കൂടി ഇട്ടേക്കുക. അത് പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ഇടുക. അത് നെഗറ്റീവായിട്ട് കമന്റ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം മറ്റൊരാളെ ദ്രോഹിക്കുന്ന തരത്തിൽ നമ്മൾ കമന്റ് ഇടാതിരിക്കുക. അതിനോട് എനിക്ക് ദ്രോഹിക്കുന്ന തരത്തിൽ കമന്റ് ഇടുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അപ്പോൾ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത് താല്പര്യമില്ലാത്ത കാര്യമാണ്. കമന്റ് ഇടുന്നത് എനിക്കിഷ്ടമാണ്, ഞാൻ കമന്റ് ഇടാറുണ്ട്. അത് പക്ഷെ ദ്രോഹിക്കുന്ന തരത്തിലാവാൻ പാടില്ല. അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കമന്റ് ഇടുക. അപ്പോൾ അവർക്കത് ഹെൽപ്പ് ആകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് ഏതൊരു ചാനലുകാർക്ക് മുന്നോട്ട് അവരുടെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടി ഹെൽപ്പ് ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.